ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഒരാഴ്ചത്തോളം വീഡിയോസൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ അടുത്ത് എല്ലാവരും ക്ഷമ ചോദിക്കണം. അപ്പോൾ ഇനി എല്ലാ ദിവസവും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. ടൈം എന്ന് പറയുന്നത് നമ്മൾ ഉച്ചയ്ക്ക് 12 മണിക്കും അതുപോലെ തന്നെ 2 വീഡിയോസ് അല്ല, ഒരു വീഡിയോ ആണ് 12 മണിക്ക് അപ്ലോഡ് ചെയ്യും. അത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ വൈകുന്നേരം 5 മണിക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് മോഷൻ എന്ന ചാപ്റ്ററാണ്. ക്ലാസ് 8 ഫിസിക്സ് ചാപ്റ്റർ 2 ആയ മോഷൻ എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. മുമ്പത്തെ ചാപ്റ്റർ മെഷർമെൻറ്റ് ആൻഡ് യൂണിറ്റ്സ് നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് വെച്ചാൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, പോയിട്ടൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം ഒരു പിക്ചറിൽ ഒരു സ്റ്റേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു സ്പോർട്സ് ഡേയിൽ ഒരു കുട്ടി ഒരു സാറിൻ്റെ അടുത്ത് പോയിട്ട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. മേലൊരു പ്ലെയിൻ നമുക്ക് പോകുന്നുണ്ടല്ലേ, അപ്പോൾ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടാണ് കുട്ടി ചോദിക്കുന്നത്. സാർ എന്ത് സ്പീഡിലാണല്ലേ ആ പ്ലെയിന് പോകുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഈ ഒരു സാർ പറയുന്നത് ആ പ്ലെയിനിനെ പോലെ തന്നെ നമ്മളും നല്ല സ്പീഡിലാണ് പോകുന്നതെന്ന് പറഞ്ഞു. എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഭൂമി ഒരു സെക്കൻഡിൽ 30 കിലോമീറ്ററാണ് തിരിയുന്നത്. അപ്പോൾ ആ ഒരു സ്പീഡിൽ ആ ഒരു പ്ലെയിനിൻ്റെ സ്പീഡ് പോലെ തന്നെ നമ്മളും നല്ലൊരു സ്പീഡിലാണ് പോകുന്നത് എന്നാണ് സാർ പറയുന്നത്. പക്ഷെ നമുക്ക് അറിയുന്നില്ല, നമ്മൾ ഭൂമി തിരിയുന്നുണ്ട്, പക്ഷെ നമുക്കത് അറിയുന്നില്ല. അത് അങ്ങനെ ഒരു സ്റ്റേറ്റാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മോഷനും അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് അങ്ങനെയുള്ള കുറച്ച് ടേംസ് പഠിക്കുന്നതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇവിടെ നിങ്ങൾക്കൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. എ പാസഞ്ചർ ഈസ് ഇൻ എ മൂവിങ് ബസ്. ഒരു മൂവിങ് ബസ്സിൽ, ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ ഒരു പാസഞ്ചർ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുകയാണ്. വിത്ത് റെസ്പെക്ട് ടു ബസ്, ആ ഒരാൾ ആ ഒരു ബസ്സിനെ നോക്കുകയാണെന്ന് വെച്ചാൽ അയാൾ ഇരിക്കുകയാണ് അല്ലേ, അയാൾ റെസ്റ്റിലാണ് എന്ന് വെച്ചാൽ അയാൾ മൂവ് ചെയ്യുന്നില്ല. ആ ഒരു ബസ്സിനെ അയാൾ നോക്കുകയാണെന്ന് വെച്ചാൽ മൂവ് ചെയ്യുന്നില്ല. ബസ് മൂവ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്കത് പുറത്തുനിന്നല്ലേ അറിയാൻ പറ്റുള്ളൂ. ബസ്സിൻ്റെ ഉള്ളിൽ നിന്നിട്ട് അയാൾ നോക്കുമ്പോൾ അയാളുടെ ഉള്ളിലാണെങ്കിൽ അയാൾ ബസ്സിനെ റെസ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ അയാൾ റെസ്റ്റിലാണ്. പിന്നെ പറയുകയാണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ദ റോഡ് ആണെങ്കിൽ അയാൾ റോഡിനെയാണ് റെസ്പെക്റ്റ് ചെയ്യുന്നത് വെച്ചാൽ റോഡിനെയാണ് അയാൾ കണക്കാക്കുന്നതെങ്കിൽ അയാൾ മോഷനിലാണ്. കാരണം റോഡിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അയാൾ മോഷനിലാണ്. ആ ഒരു സ്റ്റേറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ക്രോസ് സിറ്റിംഗ് ഓൺ എ കൗ, ഗ്രീസിങ് ഇൻ എ ഫീൽഡ്, അതുപോലെ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ 2 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് ക്രോൻ്റെ നമ്മൾ രണ്ടാമത് ചെയ്ത ക്രോൻ്റെയും അതുപോലെ തന്നെ ഈ ചൈൽഡ് സ്റ്റാൻഡിങ് ഇൻ എ ഫീൽഡുമാണ്. അപ്പോൾ ഈ ക്രോ നമ്മൾ റെഫറൻസ് ബോഡി എന്നൊരു ടേം പഠിക്കുമ്പോൾ അതിന് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ക്രോ, ഒരു പശു അവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ക്രോ അതിൻ്റെ മേലെ നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ ആ ഒരു ക്രോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മേലെ നിൽക്കുമ്പോൾ ആ ക്രോ പശുവിനെയാണ് റെഫറൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ചെയ്യുന്നത് സിറ്റുവേഷൻ, ആ ഒരു സിറ്റുവേഷൻ റെഫറൻസ് ചെയ്യുന്നത് പശുവിനെയാണ് റെഫറൻസ് ചെയ്യുന്നതെങ്കിലും ആ ക്രോ റെസ്റ്റിലാണ്. പക്ഷെ ആ ക്രോ ഗ്രൗണ്ടിനെയാണ് റെഫറൻസ് ചെയ്യണമെങ്കിലോ ആ ക്രോ മൂവിങ്ങിലാണ്. കാരണം പശു നടക്കുന്നുണ്ട് അല്ലേ. ആ ക്രോ ഇതിന് പശുവിനെ നോക്കുകയാണെങ്കിൽ മൂവിങ്ങിൽ അല്ല, പക്ഷേ ഇതിന് നമ്മുടെ ഗ്രൗണ്ടിനെ നോക്കുകയാണെങ്കിൽ ആ ക്രോ മോഷനിലാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ റെഫറൻസ് ബോഡി എന്ന് പറയുന്നത്. റെഫറൻസ് ബോഡി ഈസ് ഒബ്ജക്റ്റ് വിത്ത് റെസ്പെക്ട് ടു വിച്ച് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ മോഷൻ ഓഫ് എൻ ഒബ്ജക്റ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ്. നമ്മൾ എന്തിനെയാണോ നമ്മൾ എന്ത് ഒബ്ജക്റ്റിനെ എന്തിനെയാണോ നമ്മൾ നോക്കിയിട്ട് മോഷനാണെന്ന് കണ്ടുപിടിക്കുന്നത്, അതിനെയാണ് നമ്മൾ റെഫറൻസ് ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്രോ ആദ്യം പശുവിനെ ആണ് റെഫറൻസ് ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ പശുവാണ് റെഫറൻസ് ബോഡി. പശുവിനെ നോക്കിയപ്പോൾ ആ ഒരു ക്രോ എന്താണ്, മോഷനിലല്ല, റെസ്റ്റിലാണ്. പക്ഷെ ആ ഒരു ക്രോ ഗ്രൗണ്ടിൽ നോക്കിയപ്പോൾ മോഷനിലാണ്, കാരണം അത് മൂവ് ചെയ്യുന്നുണ്ട്. അടുത്ത രണ്ടാമത്തെ പിക്ചറിൽ ഒരു കുട്ടി നിൽക്കുന്നുണ്ട്. ആ ഒരു കുട്ടി ഗ്രൗണ്ടിലേക്ക് നോക്കുമ്പോൾ ആ കുട്ടി റെസ്റ്റിലാണ് അല്ലേ. ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ ഒന്നും അനങ്ങുന്നില്ല, ആ കുട്ടി റെസ്റ്റിലാണ്. പക്ഷെ ആ ഒരു കുട്ടി സണ്ണിലേക്കാണ് നോക്കുന്നത് വെച്ചാൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സണ്ണിനെയാണ് റെഫറൻസ് ചെയ്യുന്നത്, ആ കുട്ടി മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ ആ ഒരു സണ്ണിനെ റെഫറൻസ് ചെയ്യുമ്പോൾ അതിനെ റെഫറൻസ് ബോഡി എന്ന് പറയുന്നു. അടുത്ത നമ്മൾ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇവിടെ നമ്മളൊരു പിക്ചർ കണ്ടിട്ടുണ്ടാകും. ഈ ഒരു പിക്ചറിൽ നമുക്ക് കൊടുത്തിട്ടുള്ളത് ഒരു റേഷൻ ഡിപ്പോട്ട്, അതുപോലെ തന്നെ ഒരു സ്കൂൾ അവിടെയുണ്ട്, അതുപോലെ ഇപ്പുറത്ത് ഹൗസാണ്, അപ്പുറത്ത് വേറൊരു ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഇതാണ് വീടെന്ന് വെച്ചത്. ഇപ്പോൾ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്, ഇതാണ് നമ്മുടെ വീട്. ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഡയറക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരാൾ ഓഫീസ്, ഇതാണ് അയാളുടെ ഓഫീസ്, ഇതാണ് ഓഫീസ്.
ഇയാൾ ഈ ഒരു ഓഫീസിലേക്കാണ് പോകുന്നതെങ്കിൽ എന്തായിരിക്കും, എത്ര ഡിസ്റ്റൻസ് അയാൾ കവർ ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ നോക്കുകയാണെങ്കിൽ അയാൾ ആദ്യം അയാൾ പോയത് 600 മീറ്ററിലേക്ക് ആ ഒരു സൈഡ് കൂടിയാണ്, സ്കൂളിലേക്കാണ് അയാൾ പോയത് അല്ലേ. 600 മീറ്റർ സ്കൂളിലേക്ക് പോയിട്ട് പിന്നെ 300 മീറ്ററിലാണ് അയാൾ എത്തിയത്. അപ്പോൾ അയാളുടെ ഷോപ്പിലെത്തിയത് 900 മീറ്ററിലാണ് എത്തിയത്. പക്ഷെ അയാൾ വരുമ്പോൾ നിങ്ങൾ നോക്കിക്കേ, വരുമ്പോൾ 660 മീറ്ററും അതുപോലെ തന്നെ 420 മീറ്ററുമാണ് അയാൾ ചെയ്തത്. അതെന്ന് വെച്ചാൽ 1080 മീറ്ററാണ് കവർ ചെയ്യുന്നത്. അപ്പോൾ അയാൾ അതിനെക്കാട്ടിലും കൂടുതൽ മീറ്റർ വരുമ്പോൾ, കാരണം എന്താണ്, അയാൾ റേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ടാണ് വീട്ടിലേക്ക് പോയത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പോകണതിന് പകരം നമുക്ക് സ്ട്രെയിറ്റ് പോയാൽ നമുക്ക് എത്തും അല്ലേ. സ്ട്രെയിറ്റ് വീടുകളെല്ലാം ഉണ്ടാവും, എങ്കിലും നമ്മൾ സ്ട്രെയിറ്റ് പോയാൽ നമുക്കും എത്താൻ സാധിക്കും. അപ്പോൾ സ്ട്രെയിറ്റ് പോയാൽ എത്ര കിട്ടും, 480 മീറ്ററേ ഉള്ളൂ. സാധാരണ 900 മീറ്ററും അതുപോലെ തന്നെ 1080 മീറ്റർ പോകുന്നതിന് പകരം പകുതി മീറ്റർ നമുക്ക് പോയാൽ മതി. 480 മീറ്റർ നമുക്ക് സഞ്ചരിച്ചാൽ മതി. അപ്പോൾ ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ കുറഞ്ഞ ഡിസ്റ്റൻസിൽ ഉള്ളതിനെയാണ് നമ്മൾ സ്ട്രെയിറ്റ് ലൈനിൽ ഡിസ്റ്റൻസ് ചെയ്യുന്നതാണ് നമ്മളതിനെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ദ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ഫ്രം ദ ഇനീഷ്യൽ പൊസിഷൻ ടു ദ ഫൈനൽ പൊസിഷൻ. അതിനാണ് ഡിസ്പ്ലേസ്മെൻറ്റ് പറയുന്നത്. പിന്നെ ഡിസ്റ്റൻസ് ഈസ് ദ ലെങ്ത് ഓഫ് ദ പാത്ത് ട്രാവൽ. നമ്മൾ ട്രാവൽ ചെയ്ത പാത്തിനെയാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ ചെറുപ്പത്തിൽ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവും. ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് എന്നെ കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാവും. ദീസ് 480 സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ഫ്രം ഹോം ടു ഓഫീസ് ഈസ്റ്റ്വേർഡ് ഈസ് ഹിസ് ഡിസ്പ്ലേസ്മെൻറ്റ്. നമുക്ക് ഈസ്റ്റ്വേർഡ് എന്ന് കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡയറക്ഷൻ കൂടി കൊടുക്കുന്നുണ്ട്. ഡയറക്ഷൻ കൂടി കണ്ടാലേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അടുത്തിവിടെ ഒരു സിറ്റുവേഷൻ കൊടുത്തിട്ടുണ്ട്. വെൻ ദ സ്റ്റോൺ റീച്ചസ് ദ ടോപ്പ് മോസ്റ്റ് പൊസിഷൻ. അപ്പോൾ നമ്മളൊരു സ്റ്റോൺ മേലോട്ട് എറിയണമെന്ന് വെച്ചാൽ, നമ്മളൊരു സ്റ്റോൺ മേലോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ അതിന് ഒരു 6 മീറ്ററാണ് നമ്മൾ മേലോട്ട് എറിയുന്നത്. അപ്പോൾ 6 മീറ്റർ എറിഞ്ഞു വെച്ചാൽ അവിടെ തന്നെ നിൽക്കില്ല അല്ലേ, താഴേക്കും മേലും ചെയ്യും. അപ്പോൾ ആ ഒരു സ്റ്റോണിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ സ്റ്റോണ് അതും 6 മീറ്റർ ആയിരിക്കും. കാരണം നമ്മൾ മേലോട്ട് എറിയുകയാണ്. അപ്പോൾ അത് നമുക്ക് ഇവിടെ മേലോട്ട് എറിയുന്നത് മാത്രമേ കാട്ടിയിട്ടുള്ളൂ. അപ്പോൾ അത് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 6 മീറ്ററും അതുപോലെ തന്നെ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ സ്റ്റോണും 6 മീറ്ററാണ്. അടുത്തത് വെൻ ദ സ്റ്റോൺ ഫോൾസ് ബാക്ക് ഇൻ ദ ഹാൻഡ്. നമ്മൾ മേലോട്ടിട്ടിട്ട് താഴേക്ക് വരുമ്പോഴോ അതിൻ്റെ ഡിസ്റ്റൻസ് ട്രാവൽഡ് എത്രയായിരിക്കും? അതെ, 6 മീറ്ററാണ് നമുക്ക് മുമ്പ് കിട്ടിയത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ എത്ര കിട്ടും? 6 മീറ്ററിൻ്റെ പകരം 12 മീറ്റർ ആയിരിക്കും. അതായത് പോയിട്ട് വരുമ്പോൾ നമുക്ക് 12 മീറ്റർ ആയിരിക്കും കിട്ടുന്നത്. 12 മീറ്റർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണ് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ, നമുക്ക് ആ ഒരു കല്ല് നമ്മൾ മേലോട്ട് എറിയുമ്പോൾ നമുക്ക് 6 മീറ്ററാണ്, തിരിച്ച് വരുമ്പോഴും 6 അല്ലേ. അപ്പോൾ നമുക്ക് മൈനസ് ചെയ്യുന്നത്. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0 ആണ്. അപ്പോൾ 0 ആണ് നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടുന്നത്. അപ്പോൾ ആദ്യത്തെ ഉത്തരത്തിന് 6 മീറ്ററാണ് ഡിസ്റ്റൻസ്, അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നതും 6 മീറ്ററാണ്. രണ്ടാമത്തേൽ നോക്കുകയാണെങ്കിൽ 12 മീറ്ററാണ് ഡിസ്റ്റൻസ്, അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 0 ആണ്. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്കെയിലർ ക്വാണ്ടിറ്റീസും അതുപോലെ വെക്റ്റർ ക്വാണ്ടിറ്റീസും ആണ്. ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്, എങ്കിലും ഞാൻ അതിലേക്ക് അങ്ങനെ പോകുന്നില്ല. അത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, എങ്കിലും ഞാനൊന്ന് പറഞ്ഞു തരാം നിങ്ങൾക്ക്. ഇതിൽ തന്നെ സ്കെയിലർ ക്വാണ്ടിറ്റീസ് ഉണ്ട്. അപ്പോൾ സ്കെയിലർ ക്വാണ്ടിറ്റീസ് എന്ന് വെച്ചാൽ മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, പക്ഷേ ഡയറക്ഷൻ ഇല്ല. അതിനാണ് നമ്മൾ സ്കെയിലർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡും ഉണ്ട് അതുപോലെ തന്നെ ഡയറക്ഷനും ഉണ്ട്. അതിനെയാണ് വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. മാഗ്നിറ്റ്യൂഡ് എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ഒരു ന്യൂമറിക്കൽ വാല്യൂ. ഇപ്പോൾ 10 കിലോമീറ്റർ ആണെങ്കിൽ ആ ഒരു ന്യൂമറിക്കൽ വാല്യൂവിനെയാണ് നമ്മൾ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഡയറക്ഷൻ എന്ന് വെച്ചാൽ അറിയായിരിക്കും, ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത്. അപ്പോൾ സ്കെയിലർ ക്വാണ്ടിറ്റീസ് എന്ന് വെച്ചാൽ മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും, എന്ന് വെച്ചാൽ ഒരു ന്യൂമറിക്കൽ വാല്യൂ ഉണ്ട്, പക്ഷേ ഡയറക്ഷൻ ഇല്ല. അതാണ് പറയുന്നത്. അപ്പോൾ വെക്റ്ററിലാണെങ്കിൽ 2 എണ്ണം ഉണ്ട്. അപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മൾ പഠിച്ച എക്സാമ്പിൾ തന്നെയാണ്. സ്കെയിലറിൻ്റെ എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഉണ്ട് അല്ലേ, അതിനൊരു ന്യൂമറിക്കൽ വാല്യൂ ഉണ്ട്, പക്ഷേ അതിന് ഒരു
ഡയറക്ഷൻ ഇല്ല. കാരണം ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ നമുക്ക് എവിടെ വേണമെങ്കിലും പോകും, ഈസ്റ്റ് വെസ്റ്റ് അത് നമുക്ക് കൊടുത്തിട്ടില്ല. അപ്പോൾ അതിനൊരു ഡയറക്ഷൻ നമുക്ക് കൊടുത്തിട്ടില്ല. അതിന് പകരം വെക്റ്ററിലാണെങ്കിലോ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് വെച്ചാൽ ഒരു സ്ട്രെയിറ്റ് ലൈനാണ് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു ഇതാണ് കൊടുക്കുന്നത്. സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് പോകണം എന്നൊരു ഇത് കൊടുക്കുന്നുണ്ട്, എന്താണ് ഒരു ഈസ്റ്റ് വെസ്റ്റ് എന്ന് പറയുമ്പോൾ പോലെ തന്നെ ഒരു ഡയറക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ അതുപോലെ ഡയറക്ഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതുകൊണ്ട് അതുപോലെ തന്നെ മാഗ്നിറ്റ്യൂഡ് ഒരു ഡിസ്പ്ലേസ്മെൻറ്റിൽ ഒരു ന്യൂമറിക്കൽ വാല്യൂയും കൊടുക്കുന്നുണ്ട്. അടുത്ത എക്സാമ്പിൾ നമ്മൾ സ്കെയിലറിന് പറയുകയാണെങ്കിൽ മാസ് എന്ന് വെച്ചാൽ ഇപ്പോൾ 10 കിലോഗ്രാം എന്നൊക്കെ ആണെങ്കിൽ വെച്ചാൽ അതിനിപ്പോൾ നമുക്ക് ഡയറക്ഷൻ ചെയ്യാൻ പറ്റില്ല. അത് ഒരു ന്യൂമറിക്കൽ വാല്യൂ മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. അതിന് നമുക്ക് മാറ്റാനൊന്നും പറ്റില്ല. അപ്പോൾ വെക്റ്ററിൽ വേറെ ഫോഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് മാഗ്നിറ്റ്യൂഡ് വേണം, അതുപോലെ തന്നെ ഡയറക്ഷൻ വേണം. നമുക്ക് എവിടേക്കാണ് തള്ളേണ്ടത് എന്ന് പറഞ്ഞൊരു ഫോഴ്സ് വേണം അല്ലേ. നമുക്ക് എവിടെ വേണമെങ്കിലും ഫോഴ്സ് ചെയ്യാൻ പറ്റും, പക്ഷെ അതിനൊരു കറക്റ്റായിട്ടുള്ളൊരു ഫോഴ്സ് കിട്ടണം. അപ്പോൾ അതൊക്കെ വെക്റ്റർ ക്വാണ്ടിറ്റീസിൽ പെടും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി ഈസ് ഡിസ്റ്റൻസ് തന്നെ വെക്റ്റർ ഓഫ് എ സ്കെയിലർ ക്വാണ്ടിറ്റി. അതിൻ്റെ ഒരു ഞാൻ പറഞ്ഞത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ സ്കെയിലർ ക്വാണ്ടിറ്റീസിൻ്റെ എക്സാമ്പിൾ പറയാം, നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഡിസ്റ്റൻസ്, അതുപോലെ മാസ്, ടെമ്പറേച്ചർ, അതുപോലെ സ്പീഡ്, ഇതെല്ലാം സ്കെയിലർ ക്വാണ്ടിറ്റീസിലാണ്. വെക്റ്റർ ക്വാണ്ടിറ്റീസിലാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ്, അതുപോലെ തന്നെ ഫോഴ്സ്, വെലോസിറ്റി, ആക്സലറേഷൻ, ഇതെല്ലാം വെക്റ്റർ ക്വാണ്ടിറ്റീസിൽ വരും. അപ്പോൾ ഇവിടെയും അതുപോലത്തെ കൊടുത്തിരിക്കുന്നത് വെൻ എ ബോഡി ട്രാവൽസ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ഇൻ ദി സെയിം ഡയറക്ഷൻ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇറ്റ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് വിൽ ബി ഈക്വൽ. ഇവിടെ കൊടുത്തിരിക്കുന്നത് വെൻ എ ബോഡി ട്രാവൽസ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ദ സെയിം ഡയറക്ഷൻ, ഒരു സെയിം ഡയറക്ഷനിൽ തന്നെ ഒരു സ്ട്രെയിറ്റ് ലൈന് ട്രാവൽ ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡും അതുപോലെ തന്നെ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റും ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. കാരണം സ്ട്രെയിറ്റ് ലൈൻ എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, പിന്നെ മാഗ്നിറ്റ്യൂഡ് എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ന്യൂമറിക്കൽ വാല്യൂ. അപ്പോൾ ആ രണ്ടെണ്ണവും ഈക്വൽ ആയിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്രയാണ് നമ്മളിന്ന് എടുക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ സ്പീഡ് ആൻഡ് വെലോസിറ്റി എടുക്കുന്നതാണ്. അപ്പോൾ ഇനി എല്ലാ ദിവസവും വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളോ അല്ലെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അക്കൗണ്ട് താഴെ കൊടുത്തിട്ടുണ്ട്, പോയിട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.